എല്ലാവർക്കും ലീഡേഴ്സിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചത്? ലാറ്റിറ്റ്യൂഡ് എന്താണ്, ലോഞ്ചിറ്റ്യൂഡ് എന്താണ്, റൊട്ടേഷൻ എന്താണ്, റെവല്യൂഷൻ എന്താണ്, അഥവാ അക്ഷാംശ രേഖ, രേഖാംശ രേഖ, പരിക്രമണം, ഭ്രമണം എന്നിവയാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ പരിക്രമണം നമ്മൾ എന്താണ് പഠിച്ചായിരുന്നു? അവിടെ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. പരിക്രമണം നമ്മൾ പറഞ്ഞു, ഭൂമി സ്വന്തം ആക്സിസിൽ നിന്നുകൊണ്ട് കറങ്ങുകയും ആ കറങ്ങുന്നതിനോടൊപ്പം ആർക്ക് റിവോൾവ് ചെയ്യുകയും ചെയ്യും, സണ്ണിനെ റിവോൾവ് ചെയ്യുകയും ചെയ്യുന്ന പർപ്പസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞു? റെവല്യൂഷൻ എന്ന് പറഞ്ഞു, അല്ലെങ്കിൽ പരിക്രമണം എന്ന് പറഞ്ഞു അല്ലെ. ആ പരിക്രമണത്തിന് വേണ്ട സമയം എന്ന് പറഞ്ഞു 365 ദിവസം, അല്ലെങ്കിൽ 1/4 ഡേയ്സ് എന്നാണ് പറഞ്ഞത്. ആ 1/4 ഡേയ്സ് അല്ലെങ്കിൽ ഓരോ വർഷം, ഓരോ 4 വർഷം കൂടുമ്പോഴും ഒരു ദിവസം എക്സ്ട്രാ ആകുന്നു എന്ന് നമ്മൾ പറഞ്ഞു നിർത്തിയായിരുന്നു. ഇനി നമ്മൾ പഠിക്കുന്നത് സൂര്യൻ ഭൂമിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസവും, സൂര്യനാണ് സങ്കല്പിച്ചാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസവും സൂര്യനോട് ഏറ്റവും ദൂരെ നിൽക്കുന്ന ദിവസവുമാണ് നമുക്ക് പറയുന്നത്. ഇത് അതായത് റിവോൾവ് ചെയ്യുമ്പോൾ, പരിക്രമണം ചെയ്യുമ്പോൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസവും ഏറ്റവും ദൂരെ നിൽക്കുന്ന ദിവസവും. പറഞ്ഞ മനസ്സിലായോ? അടുത്ത നിൽക്കുന്ന ദിവസത്തെ നമ്മൾ സൂര്യ സമീപകം എന്നാ വിളിക്കുക. സൂര്യ സമീപകം എന്നാ വിളിക്കുക. അതിന് നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് പെരിഹീലിയൻ എന്നാ പറയാ. എന്ന് പറയുക പെരിഹീലിയൻ. പെരിഹീലിയൻ ആ ഒരു ദിവസം, അല്ലെങ്കിൽ നിയറസ്റ്റ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ക്ലോസസ്റ്റ് ആയിട്ട് വരുന്ന ഒരു ദിവസം, ആ ദിവസത്തെ നമ്മൾ പറയുന്നത് ജാനുവരി 3 ആണ്. പറഞ്ഞു. അപ്പോ the sun and the earth nearest or closest is the day is known as perihelion. ഇത് എത്ര മില്യൺ സ്ക്വയർ കിലോമീറ്റർ എന്നാണ് ചോദിച്ചാൽ 147 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. മില്യൺ സ്ക്വയർ കിലോമീറ്റർ ഏറ്റവും അടുത്ത് വരുന്നത്. അപ്പോ ഇനി നമുക്ക് ഇങ്ങനെ എങ്ങനെ പഠിക്കാം? പെരി ജാനു 3 എന്നൊരു കോഡോടുകൂടി നമുക്ക് എളുപ്പത്തിൽ പഠിക്കാം. എങ്ങനെ പഠിക്കാം? പെരി ജാനു 3 ആ ഡേറ്റ് ഓർമ്മിക്കാം. ഓക്കെ. ഇനി വരുന്നത് എന്താണ്? സണ്ണിനോട് ഏറ്റവും ദൂരെ നിൽക്കുന്ന, ഫാർദസ്റ്റിലെ നിൽക്കുന്ന പോയിന്റ് അല്ലെങ്കിൽ ഡേ പറയുന്ന പേരാണ് അപ്ഹീലിയൻ എന്ന് പറയും. എന്തെന്ന് പറയും? അപ്ഹീലിയൻ എന്ന് പറയും. പറയാൻ വേണ്ടിയോ? ഈ അപ്ഹീലിയൻ ഒരു ദിവസമുണ്ട് ജൂലൈ 4 ഏതാണ്? ജൂലൈ 4. അപ്പൊ നമുക്ക് ഇവിടെ ഓർത്തിരിക്കാം അപ് ജൂലൈ 4 എന്ന് ഓർത്തിരിക്കാം. പറഞ്ഞു. ഇതിന് വേണ്ടത് 157 മില്യൺ സ്ക്വയർ കിലോമീറ്റർ ആണ്. മില്യൺ സ്ക്വയർ കിലോമീറ്റർ. ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞായിരുന്നു അല്ലെ, പെരിഹീലിയൻ ക്ലോസസ്റ്റ് ആണ്. ആ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ദിവസം ജാനുവരി 3, അഥവാ സൂര്യ സമീപം, ഭൂമിയുമായി സൂര്യൻ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ദിവസം അതാണ് എന്ന് പറയുന്നത് ജാനുവരി 3. ഇനി ഏറ്റവും ദൂരെ നിൽക്കുന്ന ദിവസം അപ്ഹീലിയൻ, അത് ജൂലൈ 4 ആണ്. അപ്പൊ പെരി ജാനുവരി 3യും അപ് ജൂലൈ 4 നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു. അതൊരു കോഡാണ്, പഠിച്ചിരിക്കും. ഇനി നമുക്ക് പഠിക്കേണ്ടത് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്, അഥവാ അച്ചുതണ്ടിന്റെ സമാന്തരം. നമുക്ക് പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. ഞാൻ ഇതിനു മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടെ പറയാം. അതിതാണ് സീസൺ ഉണ്ടാവുന്നതിനുള്ള കാരണക്കാരിൽ ഒരാളാണ് ഇത്. അപ്പോൾ നിങ്ങളോട് ചോദിക്കുന്ന വാട്ട് ആർ ദി ഒക്കറൻസ് ഓഫ് സീസൺ? സീസൺ ഉണ്ടാവുന്നുള്ള പ്രധാനപ്പെട്ട കാരണക്കാരിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ആളാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. നമ്മൾ അതിനു മുന്നേ ഒരു കാരണക്കാരൻ പഠിച്ചു, റെവല്യൂഷൻ. ഏതാണ് റെവല്യൂഷൻ? നമ്മൾ എന്താണെന്ന് പറഞ്ഞു ഇല്ലേ? അതൊരു കാരണക്കാരനാണ് സീസൺ ഉണ്ടാവുന്നതിന്. രണ്ടാമത്തെ കാരണക്കാരനാണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്. പറഞ്ഞു. ഈ രണ്ട് കാരണവും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഇനിയും ഒരു കാരണമുണ്ട്, അത് നമുക്ക് വരുന്ന വഴി പഠിക്കാം. അപ്പൊ ഓരോ ഹെഡിങ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകാം. അതായിരിക്കും ഏറ്റവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ പാരലലിസം ഓഫ് എർത്ത് ആക്സിസിൽ എന്താണ് പാരലലിസം ഓഫ് എർത്ത് ആക്സിസ്? നമ്മൾ ഗ്ലോബ് കണ്ടിട്ടുണ്ടാവും അല്ലെ? ഗ്ലോബ് കണ്ടിട്ടുള്ളപ്പോ എങ്ങനെയാണ് ഗ്ലോബ് ഇരിക്കുന്നത്? സാധാരണ രീതിയിൽ ഗ്ലോബ് ഇരിക്കുന്നത്, ഇങ്ങനെ ഒരു ഭൂമിയാണ് ഇരിക്കുന്നതെങ്കിൽ എന്താണ് 90 ഡിഗ്രി ആംഗിൾ എങ്ങനെയാ വരുന്നത്? ഈ പൊസിഷനാണ് ഗ്ലോബ് ഇരിക്കുന്നത് അല്ലെ? എന്നിട്ട് ഗ്ലോബിന് തടിയിൽ സ്റ്റാൻഡ് ഉണ്ടാവും അല്ലെ? ഇങ്ങനെയാണ് ഗ്ലോബ് ഇരിക്കുക അല്ലെ? നോക്കിയാൽ മതി, നമ്മൾ ശ്രദ്ധിച്ച് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും, ഒരു ചരിഞ്ഞാണ് ഗ്ലോബ് ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? കറക്റ്റ് ഒരു റൗണ്ട് ഷേപ്പിൽ
ഇവിടെ 90 ഡിഗ്രി ആംഗിളും ഇവിടെ 90 ഡിഗ്രി സൗത്തും 90 ഡിഗ്രി നോർത്തും ഇവിടെ 90 ഡിഗ്രി സൗത്തും നമുക്ക് അടയാളപ്പെടുത്താൻ പറ്റാത്തത് എന്താ? എന്നാൽ ഭൂമി ആരുടെ ആകർഷണ ശക്തിയാലാണ്? നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്, സൂര്യന്റെ ആകർഷണ ശക്തിയാലാണ് നിൽക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഭൂമിയുടെ സൂര്യന്റെ ആകർഷണ ശക്തി അല്ലെങ്കിൽ സണ്ണിന്റെ ആകർഷണ ശക്തി അട്രാക്ഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇതെന്ത് ചെയ്യുന്നു? ഈ ലംബ ദിശയിൽ നിന്ന് ഒരു ചെറിയ ചരിവിലാണ് ഭൂമി നിൽക്കുന്നത്. അത് മാത്രമല്ല, ഇതൊരു സാങ്കല്പികമായ ഇമാജിനറി ആയിട്ടുള്ള ആക്സിസ് ആണ്. ഞാൻ പറഞ്ഞുതരാം. അത് പറഞ്ഞ ഞാൻ ഇവിടെ ഒരു ഭൂമി വരച്ചിട്ടുണ്ടെന്ന് ക്ലിയർ ആയിട്ട് മനസ്സിലാവും വിചാരിക്കുന്നു. ഇതൊരു ഭൂമിയാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, സാധാരണ ഇതിലൊരു വട്ടം വരയ്ക്കുമ്പോൾ 90 ഡിഗ്രി ഇവിടെയാണ് വരയ്ക്കുക അല്ലെ? നമ്മൾ ഇവിടെ ഒരു പൊട്രാക്ട് വെച്ചിട്ട് അല്ലെ, ഇവിടെ ഒരു പൊട്രാക്ട് വെച്ചിട്ട് 90 ഡിഗ്രി ഇവിടെ 90 ഡിഗ്രി താഴെ നമ്മൾ വരയ്ക്കും. അപ്പൊ നമ്മൾ വരച്ചപ്പോൾ എന്തായി? അത് നോർത്തും സൗത്തും ആയി. ഞാൻ അടയാളപ്പെടുത്തിയില്ല, പിന്നീട് നമുക്ക് അടയാളപ്പെടുത്തും. അപ്പൊ ഭൂമി ആണെന്ന് ഇത് വിചാരിച്ചാൽ ഭൂമിയുടെ കറക്റ്റ് 90 ഡിഗ്രി ഇതല്ല. അതാണ് ഇവിടെ ഒരു വ്യത്യാസം. പറയുന്നത് കേട്ടോണേ. ഓർബിറ്റൽ പ്ലെയിൻ, അതായത് ഭൂമി ആർക്ക് ചുറ്റും കറങ്ങുകയാണ്? സൂര്യന് ചുറ്റും കറങ്ങുക. ആ സൂര്യന് ചുറ്റും കറങ്ങുന്ന സഞ്ചാരപാത ഇങ്ങനെയാണ് സഞ്ചാരപാത, അറിയാലോ. അപ്പൊ ഈ ഓർബിറ്റൽ പ്ലെയിൻ, അതായത് ഈ ലംബം, ഈ പ്രദേശം, ഇതിൽ നിന്ന്, അതായത് നമ്മൾ ഇവിടെ നിന്നൊരു പൊട്രാക്ട് എടുക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വെച്ചൊരു പൊട്രാക്ട് വെക്കുക. അപ്പൊ ഇവിടെ പൊട്രാക്ട് വയ്ക്കുമ്പോൾ ഇവിടെ നിന്നൊരു 66 ഡിഗ്രി ചരിവ്, ഭൂമി നിൽക്കുന്ന ചരിവാണ് പറയുന്നത്. ഇവിടെ നിന്ന് ഒരു 66 ഡിഗ്രി ചരിവിലാണ് ആര് വരുന്നത്? ഇവിടെ നിന്ന് ഇവിടം വരെ എത്ര ഡിഗ്രി ചരിവാണ്? 66 ഡിഗ്രി ചരിവാണ്. എന്നാ ലംബതലത്തിൽ നോക്കിയാൽ ഇതാണ് ലംബതലം അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈൻ. വെർട്ടിക്കൽ ലൈനിൽ നിന്ന് നോക്കിയാൽ എത്രയാണ്? 23.5 ഡിഗ്രി ചരിവാണ്. പറഞ്ഞ മിനിറ്റ്. അതായത് കറക്റ്റ് ഈ പൊസിഷനിലാണ് ഭൂമിയുടെ 90 ഡിഗ്രി നോർത്ത് അഥവാ നോർത്ത് പോള്. എവിടെ? നോർത്ത് പോൾ ഏതാണ്? ഇതാണ്. ഇനി അതേ സെയിം മാനേജ്മെന്റ് തന്നെയാണ് ഇവിടെ. ഇവിടെ അല്ല കറക്റ്റ് 90 ഡിഗ്രി എവിടെ വരുന്നു? ഇതാ ഇവിടെ നിന്ന് 66 ഡിഗ്രി ചരിവിൽ ഇവിടെയും 66 ഡിഗ്രി ചരിവിൽ ഇവിടെയും 90 ഡിഗ്രി ലംബ ദിശയിൽ നിന്ന് എത്ര ഡിഗ്രി ചരിവിലുമാണ്? 23.5 ഡിഗ്രി ചരിവിലുമാണ് ഭൂമിയിൽ. അപ്പൊ ഇവിടെയാണ് 90 ഡിഗ്രി സൗത്ത് വരുന്നത്. അപ്പൊ നമുക്ക് ഈ ലൈനുകളെല്ലാം മാറ്റി കളഞ്ഞാൽ, ബാക്കി എല്ലാം മാറ്റി കളഞ്ഞാൽ ഏകദേശം എത്ര വരും? നോക്ക്, ഈ ആംഗിളും ഈ ആംഗിളും കൂടി ചേർക്കുമ്പോ ആക്സിസ് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ഗ്ലോബ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഇങ്ങനെ ആയിരിക്കും. പറഞ്ഞു മനസ്സിലായോ? അപ്പോ എന്താ ഞാൻ പറഞ്ഞത്? ശ്രദ്ധിക്കേണ്ട കാര്യം, ഭൂമി ഒരു ചരിവിലാണ് നിൽക്കുന്നത്. കോമൺ നമുക്ക് എളുപ്പം പറയാൻ പറ്റുന്ന എങ്ങനെയാണ്? പെട്ടെന്ന് നമ്മൾ മനസ്സിലേക്ക് വരുന്നത് എന്താണ്? പാരലൽ അല്ലെങ്കിൽ അച്യുതന്റെ സമാന്തരത എന്ന് പറഞ്ഞാൽ ഭൂമി പരിക്രമണ വേളയിലുടനീളം എന്ത് ചെയ്യുന്നു? ഓർബിറ്റൽ പ്ലെയിനിൽ 66 ഡിഗ്രി ചരിവിലും, അല്ലെങ്കിൽ ഏത് ഓർബിറ്റൽ പ്ലെയിനിൽ 66 ഡിഗ്രി ചരിവിലും വെർട്ടിക്കൽ ആയിട്ട് 90 ഡിഗ്രി 23 ഡിഗ്രി ചരിവിലുമാണ് ഭൂമി നിൽക്കുന്നത് എന്നാണ്. പറഞ്ഞു മനസ്സിലായോ? ഇത് പരിക്രമണ വേളയിലുടനീളം ഇങ്ങനെ തന്നെ ചരിവ് നിലനിർത്തിക്കൊണ്ടേയിരിക്കും ത്രൂ ഔട്ട് ദിസ് റെവല്യൂഷൻ. പറഞ്ഞു പിടിക്കുക. The earth tilt on an vertical plane in an 66.5 degree and the 19 degree parallel to the 23.5 degree throughout the revolution. അതായത് റെവല്യൂഷനിലുടനീളം ഓർബിറ്റൽ പ്ലെയിനിൽ നിന്ന് 66 ഡിഗ്രി ചരിവിലും വെർട്ടിക്കലിൽ നിന്നും 23 ഡിഗ്രി ചരിവിലുമായിരിക്കും ഭൂമി എന്ത് ചെയ്യുന്നത്? സൂര്യനെ വലം വെച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചരിവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? പാരലിസം ഓഫ് എർത്ത് ആക്സിസ്. ഞാൻ ഒന്നുകൂടെ പറയാം, കേട്ടോണേ. ശ്രദ്ധിക്കേണ്ട കാര്യം, the earth tilts on an axis in an orbital plane of an about 66 degree. ഏതാണ്? 66 degree and the vertical plane in between 23.5 degree throughout the revolution. അതായത് റെവല്യൂഷനിലൂടെ നീളം ആ ചരിവ് എന്ത് ചെയ്യുന്നു? തുടർന്നുകൊണ്ടേ. നമുക്ക് വെറുതെ നമ്മൾ പറയുന്നില്ല, ഡിഗ്രി കണക്കാക്കി കൃത്യമായിട്ട് ആ ചരിവ് പറയുന്നു. അപ്പൊ ഈ ചരിവിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സണ്ണിന്റെ റേസ് പതിക്കുന്നത്. ഏതാണ്ടാ സണ്ണിന്റെ റേസ് പതിക്കുന്നത് ഇപ്പോഴായിരിക്കും. സണ്ണിന്റെ റേസ് പതിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഓരോ രീതിയിലും ഓരോ വ്യത്യാസമായിരിക്കും. അതായത്
ഇതാണ് നമ്മളുടെ ഇക്വേറ്റർ റീജിയൻ എങ്കിൽ എന്ത് ചെയ്യുന്നു, അതിന്റെ മുകളിലേക്ക് വരുന്ന 23 ഡിഗ്രി നോർത്തിനെ നമ്മൾ വിളിക്കുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കും. എന്ന് വിളിക്കും 23 ഡിഗ്രി നോർത്തിന് നമ്മൾ 9ാം ക്ലാസ് പഠിച്ചിട്ടുണ്ടാവും. 23 ഡിഗ്രി നോർത്തിനെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്ന് വിളിക്കും. ഇനി ഇവിടെ എന്ത് വരും, 23 ഡിഗ്രി സൗത്തിനെ നമ്മൾ എന്ത് വിളിക്കും, ട്രോപ്പിക് ഓഫ് ക്യാപ്രിക്കോൺ എന്ന് വിളിക്കും. അഥവാ ഇവിടെ നമ്മൾ മലയാളത്തിലെ ഉത്തരായന രേഖ, അടുത്തത് ഇവിടെ എന്താ വിളിക്കും, ദക്ഷിണായന രേഖ. ഇത് നിങ്ങൾക്കറിയാം 0 ഡിഗ്രി വരുന്നത് എന്താ അറിയാം, ഇക്വേറ്റർ അല്ലെങ്കിൽ എന്തെന്ന് പറയും, ഭൂമധ്യ രേഖ എന്ന് പറയും. ഇനി വരുന്നത് എന്താ, തൊട്ട് മുകളിൽ വരുന്നത് 66 ഡിഗ്രി. തൊട്ട് മുകളിൽ എന്ത് വരും, 66 ഡിഗ്രി നോർത്തും സൗത്തും. ഇവിടെ താഴെ വരുന്നത് അന്റാർട്ടിക് സർക്കിൾ അഥവാ അന്റാർട്ടിക് വൃത്തം എന്നും മുകളിൽ എന്ത് വരും, ആർട്ടിക് വൃത്തം എന്ന് വരും. നിങ്ങൾക്കറിയാം. ഇനി മുകളില് 90 ഡിഗ്രി നോർത്തിൽ എന്താ വരിക നിങ്ങൾക്കറിയാം, നോർത്ത് പോൾ അല്ലെങ്കിൽ എന്താന്ന് പറയും, ഉത്തര ധ്രുവം എന്നും. താഴെ നമ്മൾ എന്ത് പറയും, 90 ഡിഗ്രി സൗത്തിനെ ദക്ഷിണ ധ്രുവം അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും, സൗത്ത് പോൾ എന്നും പറയും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ ആണോ? അപ്പോ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കുക. പാരലിസം ഓഫ് എർത്ത് ആക്സിസ് എന്താണ്, അപ്പീരിയൻ എന്താണ്, പീരിഹീലിയം, ഇത്രയും കാര്യങ്ങൾ മാത്രമേ ഞാൻ ഈ ക്ലാസ്സിൽ പറഞ്ഞു. ഇതുമായി ബന്ധപ്പെട്ട എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിലോ അല്ലെങ്കിൽ നേരിട്ടോ ചോദിക്കാൻ കഴിയും. നിങ്ങൾ ചോദിക്കാം, ഞാൻ ഒരിക്കൽ കൂടി പറയുന്നതാണ്. പിന്നീട് ഈ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒക്കറൻസ് ഓഫ് സീസണിൽ തന്നെ അടുത്തൊരു കാര്യമുണ്ട്. റെവല്യൂഷൻ നമ്മൾ പഠിച്ചില്ലേ, ഇനി എന്താണ് പാരലിസം ഓഫ് എർത്ത് ആക്സിസ് എന്ന് പഠിച്ചല്ലോ. ഇനി നമ്മൾ പഠിക്കുന്നത് അപ്പാരന്റ് മൂവ്മെന്റ് ഓഫ് സൺ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ അതുവരേക്കും താങ്ക് യു.